മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വഴി സത്യം ജീവനുമായവൻ വഴി പിശകാതെ നടത്തിടും ചൊരിയും സദാ കൃപമായി പോൽ തേൻമൊഴികൾ തൂകി താങ്ങിടും തേൻമൊഴികൾ തൂകി താങ്ങിടും ആവിക്കു മറവിടം യേശു രക്ഷകൻ ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവെക്കുന്നത് സുശേഷകൻ TV ആന്റണി അങ്കിളേശ്വർ. പ്രാർത്ഥനയോടെ ശ്രമിച്ചാൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് നോട്ട്സിൽ കൂടി ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷികം എന്നു വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക നാളെ ചാകുമല്ലോ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണല്ലോ. കൊരിന്തിൽ പല ഭിന്നപക്ഷങ്ങളുണ്ടായിരുന്നു. അതിലൊരു ഭിന്നപക്ഷമാണ് ഇനിയും പുനരുത്ഥാനമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് 15-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഉള്ളതുകൊണ്ട് വിശ്വാസികൾക്കും ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് പറയുകയാണ്. ആ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പോലെ അവിടെ സുവിശേഷത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് താൻ പറയുന്നു. സുവിശേഷത്തിൻ്റെ മുഖ്യ പദം അല്ലെങ്കിൽ മുഖ്യ വിഷയമെന്ന് പറയുന്നത് പുനരുത്ഥാനമാണ്. സുവിശേഷത്തിൽ ക്രിസ്തു മരിക്കുകയും അടക്കപ്പെടുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു എന്ന് നാം മറ്റുള്ളവരോട് പറയുമ്പോൾ ഒരു പുനരുത്ഥാനം നടന്നു, ഇനിയും ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തെ സൂചിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, കർത്താവായ യേശുക്രിസ്തു അനേകർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ഒരു ഉറപ്പിനെ കൂടിയും പിന്നെയും അവിടെ കാണിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പല സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. തുടർന്ന് നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനും അവസാനത്തിൽ പ്രത്യക്ഷനായി. തനിക്ക് സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ തനിക്ക് കൃപ ലഭിച്ചു, വളരെയധികം താൻ അധ്വാനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, പൗലോസ് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമായിരിക്കുന്നു. മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ആ സമയത്ത് ചില ഭക്തന്മാരുടെ വിശ്വാസികളുടെ പുനരുത്ഥാനം സംഭവിച്ചു. അത് പഴയ നിയമ വിശ്വാസികളാണ്. എന്നാൽ ഇനിയും കർത്താവായ യേശുക്രിസ്തു മേഘങ്ങളിൽ വരുമ്പോൾ അപ്പോൾ ഒരു പുനരുത്ഥാനം സംഭവിക്കും. തുടർന്നുള്ള പുനരുത്ഥാനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിൽ കൂടിയാണ് പുനരുത്ഥാനം സംഭവിക്കുന്നത്. തുടർന്ന് നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് സകല അധികാരങ്ങളും പിതാവായ ദൈവം അവന് നൽകി. ഈ പാപമായി ഇരിക്കുന്ന ഈ ലോകത്തെ നിരപ്പിച്ച് അത് പാപരഹിതമാക്കി പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നുള്ള കാര്യം കൂടി അവിടെ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അല്ല മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നത് എന്തിന്? കൊരിന്ത്യർ വിശ്വാസത്തിൽ വരുന്നതിന് മുൻപ് അവിടെയുള്ള പല ജാതികൾപ്പെട്ട വ്യക്തികളും അവരുടെ മതപരമായ അല്ലെങ്കിൽ ജാതിപരമായ രീതിയിൽ മരിച്ചവർക്ക് വേണ്ടി ബലിയിടുകയും അതുപോലെ തന്നെ സ്നാനമേൽക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതേക്കുറിച്ച് അവിടെ പറയുകയാണ്. എന്നാൽ അവരുടെ ഉള്ളിൽ അവർ അവിശ്വാസികളാണ് ആ സമയത്ത്. എന്നാൽ അവരുടെ ഉള്ളിൽ
ഒരു മരിച്ച വ്യക്തി പിന്നെയും ജീവിച്ചെഴുന്നേൽക്കുമെന്നുള്ള അവരുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാണ്ട് വിശ്വാസികളാരും മരിച്ചു പോയതിന് ശേഷം അവർക്ക് വേണ്ടി ആരും സ്നാനപ്പെടാറില്ല. ഇത് വിശ്വാസത്തിലില്ലാത്ത സമയത്ത് അവരുടെ ഇടയിൽ നടന്ന ഒരു ആചാരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് വിശ്വാസികൾക്കൊരു പുനരുത്ഥാനമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 15-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, അത് വെറുതെ മായയായിട്ട് പറയുന്നത് പോലെ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികളായിരിക്കുന്ന എല്ലാവർക്കും മരിച്ചുപോയവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനമുണ്ട്. ആദാമിൻ്റെ സമയം തൊട്ട് കർത്താവായ യേശു ക്രിസ്തു വരുന്നത് വരയ്ക്കും മരിച്ചുപോയവരുടെ ഇടയിൽ നിന്ന് വിശ്വാസികൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യമാണ് താൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, നാം ഇങ്ങനെ വായിക്കുന്നു, താൻ വളരെയധികം കർത്താവിന് വേണ്ടി ഓരോ ദിവസവും കർത്താവിന് വേണ്ടി താൻ സുവിശേഷ വേലയിൽ മുന്നേറുമ്പോൾ തനിക്ക് മരണത്തിൻ്റെ അവസ്ഥ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. അവിടെ 15-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ ഞാൻ ദിവസേന മരിക്കുന്നു, തൻ്റെ ആത്മീയ ജീവിതത്തിൽ സ്വയത്തെ മരിപ്പിച്ചുകൊണ്ട് താൻ മുമ്പോട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അതുമാത്രമല്ല, സുവിശേഷ വേലയിൽ തനിക്ക് മരണത്തിൻ്റെ വക്കോളം വന്ന അനേക സംഭവങ്ങളെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും തനിക്ക് കല്ലേറും അടിയും പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും ജാതിയിൽപ്പെട്ടവരും അവിശ്വാസികളും സ്വജാതിയിലുള്ളവരിൽ നിന്നൊക്കെ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇതൊക്കെ താൻ അനുഭവിച്ചപ്പോൾ ഒരു കാര്യം താൻ ഇവിടെ മനസ്സിലാക്കുകയാണ്, ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ഒരു പുനരുത്ഥാനമുള്ളതുകൊണ്ട് നാം മറ്റുള്ളവരെ പോലെ ജീവിക്കാതെ, ഇവിടെ പറയുന്നത് തിന്നുക കുടിക്കുക ചാകുമല്ലോ എന്ന് നമ്മൾ വായിക്കുന്നു. അത് ഈ ലോകത്തിലെ മനുഷ്യൻ്റെ ഒരു സ്ഥിതിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ സഭാപ്രസംഗി എല്ലാം പറയുന്നത് എല്ലാം മായ എന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. വിശ്വസിക്കാത്ത വ്യക്തികളിൽ ഒരു പുനരുത്ഥാനത്തിൻ്റെ ആഗ്രഹമോ ആശയമോ ഇല്ലാത്തവരാണ്. അവർ ഭൂമിയിൽ എല്ലാം മായയായിട്ട് കാണുന്നു. എന്നാൽ വിശ്വസിക്കുന്ന നമുക്ക് ഇത് മായയായിട്ടുള്ളൊരു ജീവിതമല്ല. സദൂക്യരെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ലായിരുന്നു. എന്നാൽ വിശ്വാസികളായിരിക്കുന്നവർ അവർ സദൂക്യ വിശ്വാസികളെ പോലെ ജീവിക്കാതെ ഈ ഭൂമിയിലെ കർത്താവിലുള്ള ആശയിൽ ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ 15-ാം അധ്യായത്തിന് 34-ാം വാക്യത്തിൽ നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ, ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറഞ്ഞു. പാപം വിട്ട് നീതിയുള്ളവരായിട്ട് ജീവിക്കണമെന്ന് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പുനരുത്ഥാനത്തിൻ്റെ ആഗ്രഹമുള്ളവരെല്ലാം ആ നിലകളിൽ ജീവിക്കും. അതിനായിട്ട് കർത്താവ് നമ്മളെ വരുന്ന ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഒരു പുനരുത്ഥാന ആശയോടുകൂടിയുള്ള ജീവിതം നയിപ്പാൻ നമ്മളെ കർത്താവ് ബലപ്പെടുത്തട്ടെ. അവൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.